ഹേ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് മെയ് 18. ഇന്ന് നമ്മുടെ ആദിമോന്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്കല്ല, കാരണം ഞാൻ ഇന്ന് പുറത്തു നിന്നാണ് സംസാരിക്കുന്നത്. കുറച്ച് വെട്ടം വിളിച്ചൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. എൻ്റെ മൈക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് സൗണ്ട് കുറവായിരിക്കും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് ആദിമോന്റെ ബർത്ത്ഡേ ആണ്. ആൾക്ക് ഇന്ന് 4 വയസ്സാകുവാണേ. വലിയ സെലിബ്രേഷൻ ഒന്നും ഇല്ല, എന്നാലും എൻ്റെ ഒരു മെമ്മറിക്ക് ഞാൻ ഇന്നൊരു വീഡിയോ എടുത്ത് വെക്കാന്ന് വിചാരിച്ചു. നമ്മൾ ആദിയുടെ ഫസ്റ്റ് ബർത്ത്ഡേ നാട്ടിലായിരുന്നു. അവന് 1 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ യുഎയിൽ വരുന്നത്. സെക്കൻഡ് ബർത്ത്ഡേ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഹസ്ബൻഡിന്റെ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ആഘോഷിച്ചത്. തേർഡ് ബർത്ത്ഡേ നമ്മൾ മിനിമലായിട്ട് നമ്മൾ അതിനെ പുറത്ത് പോയി ഡിന്നറൊക്കെ ആയിട്ട് അങ്ങ് കഴിഞ്ഞു. അപ്പൊ ഈ തവണത്തെ ബർത്ത്ഡേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ. മോളുമായിട്ട് ന്യൂ ബോൺ ഒക്കെ ആയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യും, പിന്നെ നമ്മുടെ വാറ് വന്നു, അപ്പം അതുകൊണ്ട് ആ സിറ്റുവേഷനൊക്കെ എപ്പം മാറും, അതുകൊണ്ട് നമ്മൾക്ക് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ സംഭവം ചെറിയ രീതിയിൽ നമ്മളിന്ന് വീട്ടിൽ തന്നെ ആഘോഷിക്കാന്ന് വിചാരിച്ചു. നല്ല കാറ്റുണ്ട് കേട്ടോ ഇന്ന്. അപ്പൊ നമ്മളിന്ന് വീട്ടിൽ തന്നെ ആഘോഷിക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞ ഇപ്പൊ ബർത്ത്ഡേ വ്ലോഗിന്റെ പകുതിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഈവനിങ് ആണ്, നമ്മളിന്ന് ഡിന്നറിന് പോകാൻ നിൽക്കുകയാണ്. ഞാൻ രാവിലെ എടുത്തത് ഉറക്കം തൂങ്ങിയിട്ടുള്ള ഇൻട്രോ ആണ്. അപ്പൊ നിങ്ങൾക്കൊരു ശോകം പിടിച്ച ഇൻട്രോ തരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ ഒരു ഇൻട്രോ ആയിട്ട് വന്നതാണ്. അപ്പം വീഡിയോ കണ്ടിന്യൂസ് കണ്ടോ. നമ്മൾ രാവിലെ തൊട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. ചെറിയൊരു വ്ളോഗാണ്, കണ്ടിന്യൂസ് ഡേ ഇൻ മൈ ലൈഫ് പോലെ എടുത്തിട്ടൊന്നും ഇല്ല, എന്നാലും ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാരും വീഡിയോ പോയി കണ്ടിട്ട് വരണം കേട്ടോ. ഇവിടെ നല്ല കിടിലം വെയിലാണ്. നിങ്ങളെന്റെ മുഖം കണ്ടോ? ഇത് ഈ റെഡ് കളറിൽ ഇരിക്കുന്നൊന്നും ഞാൻ ബ്ലഷ് ഇട്ടല്ല, ഇത് ഫുള്ള് ടാൻ അടിച്ചതാണ്. അത്ര മൊട്ടം വെയിലാണ്. ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. അപ്പം പോയി വീഡിയോ കണ്ടിട്ട് വാ. ഇഷ്ടപ്പെട്ട എല്ലാരും കമന്റ് ചെയ്യണം കേട്ടോ, മറക്കാതെ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് രാവിലെ എണീറ്റു. ആള് എഴുന്നേക്കുന്നതിന് മുമ്പ് ഞാൻ എണീറ്റതാണ്. വന്നിട്ട് പ്രത്യേകിച്ച് ഉള്ളോണ്ടല്ല, നമുക്ക് അവന്റെ റിയാക്ഷൻ കാണണമല്ലോ. നമ്മളിപ്പോ രാവിലെ കേക്ക് കട്ടിങ് ഒന്നും ഇല്ല, ജസ്റ്റ് അവന്റെ ഈ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നാലും അവൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതിന്റെ വീഡിയോ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡ് ഒന്ന് വർക്ക് ചെയ്യാണ്. അപ്പൊ ആള് പോയിട്ട് വന്നിട്ടൊക്കെ നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യാം. അപ്പൊ എന്തായാലും അവന്റെ റിയാക്ഷൻ കാണാം. ഇതാണ് നമ്മുടെ ഡെക്കറേഷന്റെ ലുക്ക്. ഇതാണ് നമ്മുടെ ഗിഫ്റ്റ്. ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവനെ എണീപ്പിച്ച് കൊണ്ടുവരാനെന്ന്. ആദ്യം ഞാൻ എണീറ്റ് പോവുകയാണെന്ന്. അപ്പൊ ആളിപ്പോ എണീറ്റ് വരും. ആക്ച്വലി അവനേക്കാളും എക്സൈറ്റഡ് ഞാനാണ്. മീൻസ് അവൻ ഈ ബലൂൺസ് ഒക്കെ ഭയങ്കര ഇഷ്ടാ. അപ്പൊ അത് കാണുമ്പോൾ സന്തോഷം. അന്ന് സാധ്യതയുണ്ട്, ഉറക്കത്തിൽ എണീറ്റ് വരുന്നോണ്ട് ചിലപ്പോ അവൻ അങ്ങനെ ഒരു അവസ്ഥ ആയിരിക്കാനും ചാൻസ് ഉണ്ട്. അവന് ചില സമയത്ത് അങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇടാറുണ്ട്. എന്നാലും എന്താവും നോക്കാം. പക്ഷെ ഈ ആയിട്ട് കാണുമ്പോൾ എന്തായാലും സന്തോഷാവും. ഇതിങ്ങനെ കവറോട് കാണുന്നത് കൊണ്ട് ആൾക്കിത് മനസ്സിലാവുമെന്ന് അറിയില്ല. നമുക്ക് തുറന്നു വെക്കല്ലേ. ഇതിപ്പോ കാണുമ്പോ ഇതാണോ ഇത്ര വലിയ ഗിഫ്റ്റ് ഒന്നും വിചാരിക്കല്ല കേട്ടോ. അതിന്റെ പിന്നിലുള്ള കഥ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പക്ഷെ ഇത് ആക്ച്വലി ആൾ ഒരുപാട് ആഗ്രഹിച്ചൊരു ഗിഫ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത് കൊടുക്കാന്ന് വിചാരിച്ചതും. അപ്പൊ ദേ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് ആള് ഉറങ്ങുന്നത്. നമ്മുടെ റൂം അതാണ്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പം ഡയറക്റ്റ് കാണാവുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പക്ഷെ ആദ്യം എണീറ്റ് വന്നത് നമ്മുടെ അലാറമാണ്. ദേ കണ്ണും പിടിച്ച് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ ആളെയും കൂടെ ചെറുതായിട്ടൊന്ന് എണീപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ആള് വീണ്ടും കിടന്നങ്ങ് ഉറങ്ങി. അപ്പൊ പിന്നെ കഥ കടച്ച് അമ്മ ഇറങ്ങി വന്നതാണേ. ഇനി ഇവളെ ഒന്ന് സെറ്റാക്കി എടുക്കാം, അല്ലെങ്കിൽ പിന്നെ രണ്ടുപേരും കൂടെ മേളാവും. നമ്മൾ ഉദ്ദേശിച്ച പരിപാടി ഒന്നും നടക്കത്തില്ല. ബേബിയെ കാണിച്ചേ. ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് പറ. ബേബി ഷാർക്ക്, ബേബി ഷാർക്ക്, ബേബി ഷാർക്ക്. ചേട്ടന്റെ ബർത്ത്ഡേ ഇന്ന് അറിയാവോ? ചേട്ടന്റെ ബർത്ത്ഡേ ഇത് കണ്ടോ? ഇത് നോക്ക്, ഇത് കാണിച്ചു കൊടുത്തേ.
ഇങ്ങനെ നോക്കട്ടെ. ഇതെന്തുവാ കാണുന്ന? എന്തുവാ കാണുന്ന? അപ്പൊ മോനൂട്ടന്റെ ഒരു ചെറിയ സൗണ്ട് അവിടെ കേട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത്. ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റിയാക്ഷൻ കിട്ടാവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. വലിയ റിയാക്ഷനൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, കാരണം നമ്മൾ നോക്കിയിരിക്കുമ്പോൾ അവൻ റിയാക്ഷൻ ഒന്നും തരാറില്ല. അതുകൊണ്ട് വലിയ പ്രതീക്ഷയില്ല. ഇറങ്ങി വാട കള്ള. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അയ്യോ അച്ഛ ഇങ്ങോട്ട് നോക്കച്ച. ആദ്യം അതിന്റെ ഗിഫ്റ്റ് നോക്ക്. സന്തോഷായ ഹാപ്പിയാണോ? ഇങ്ങോട്ട് വാ. എന്താ ഇന്ന് കുഞ്ഞിന്റെ ഹാപ്പി? നാണ്ട് നോക്കുന്നു. അങ്ങോട്ട് നോക്ക്. ഇതാണോ? അത് ഹാപ്പി ബർത്ത്ഡേക്ക് മേടിച്ച കണ്ടോ? അച്ഛനെ വിളിച്ചു കാണിച്ചോ? അമ്മ അമ്മ വന്നില്ലല്ലോ എന്റെ പൊന്നു. എന്റെ പൊന്നമ്മായിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഒരു ടോയ് വാങ്ങിച്ചു കൊടുക്കാൻ ഒരു കാര്യം എന്താണെന്നും. അതെന്താണെന്ന് വെച്ചാല് ഇവൻ കുഞ്ഞിലെ തൊട്ട് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ആദ്യത്തെ കുട്ടിയല്ലേ, അപ്പൊ നമുക്ക് ഇഷ്ടമില്ല നമ്മൾ വാങ്ങിച്ചു കൊടുക്കല്ലോ. പിന്നീടാണ് നമുക്ക് മനസ്സിലായത് ഇവൻ ദാറ്റ് ടൈപ്പ് ഓഫ് കുട്ടിയാണ്. അതായത് ഒരു സാധനം വെച്ച് ഒരുപാട് നേരം ഒന്നും കളിക്കില്ല എന്ന് മാത്രമല്ല, പെട്ടെന്നെല്ലാം നശിപ്പിച്ചു കളയും. എടുത്തെറിയ, വലിച്ചെറിയ, പൊട്ടിച്ച് കളയുക. ഒരു സാധനം നമ്മൾ വാങ്ങിച്ചാൽ 5 ദിവസത്തിൽ കൂടുതൽ കളിക്കാറേ ഇല്ല. അപ്പൊ അങ്ങനെ ആയപ്പോ നമുക്ക് വിഷമായി തുടങ്ങി. എന്താ ഇങ്ങനെ കളിക്കാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു കാര്യമില്ലല്ലോ. ഒരാഴ്ച കഴിയുമ്പോൾ അവന് വീണ്ടും കളിക്കാനൊന്നുമില്ല, എല്ലാം പൊട്ടിച്ചു കളഞ്ഞിട്ട്. അപ്പൊ പിന്നെയാണ് നമുക്ക് മനസ്സിലായത്, അതായത് നമ്മൾ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആൾക്ക് അതിന്റെ ഒരു വില അറിയില്ലെന്ന്. കാരണം ഇപ്പൊ ഇത് പൊട്ടിപ്പോയാൽ അടുത്ത ദിവസം വേറെ കിട്ടുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഇവന് ഇതെല്ലാം ലിമിറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതായത് ഒരു സാധനം വേണമെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോൾ വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യിക്കും. അല്ലെങ്കിൽ അവനെക്കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും മണി സേവ് ചെയ്യിപ്പിക്കും. ചെറിയ കുടുക്കിയിൽ അവന് കോയിൻ കൊടുത്തിട്ട് ഇത് ഇത്രയാകുമ്പോൾ വാങ്ങിച്ചു തരാമെന്ന് പറയാം. അപ്പോഴാണ് ആ ഡിഫറൻസ് മനസ്സിലായത്. അവനപ്പോൾ അതിന്റെ വില അറിയാം. ഇപ്പോഴും എടുത്ത് എറിയില്ല, പൊട്ടിച്ചു കളയില്ല എന്നൊന്നും അല്ല. എന്തെങ്കിലും എടുത്ത് എറിയുമ്പോൾ നമ്മൾ ഇത് വാങ്ങിച്ച് തരില്ല എന്നെ ഓർമ്മിപ്പിക്കുമ്പം ഓക്കെ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ ഈ ടോയ് എന്താണെന്ന് വെച്ചാൽ ഇപ്പുറത്തൊരു വീട്ടിലെ ആള് കളിക്കാൻ പോവും. അപ്പൊ അവിടെ ചെന്നാ എപ്പോഴും അമ്മ പറയാറുണ്ട്, ഞാൻ പോവാറില്ല കേട്ടോ, അമ്മയുടെ കൂടെ പോവാറ്. അമ്മ പറയാറുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഐറ്റം കൊണ്ട് അവൻ എത്ര നേരം വേണമെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് കളിച്ചോളും, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നില്ല. അപ്പൊ അവിടെ നിന്ന് വരുമ്പോൾ എൻ്റെ അടുത്ത് ഡെയിലി പറയുകയും ചെയ്യും, അമ്മ എനിക്ക് അവിടത്തെ പോലെ ഇത് വാങ്ങി തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഓക്കെ, ആദ്യം ഞാൻ വിചാരിച്ചു അപ്പൊ തന്നെ വാങ്ങിച്ചു കൊടുക്കാം, ആള് കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുമല്ലോ എന്ന്. അപ്പൊ എന്തായാലും ബർത്ത്ഡേ നിയർ ആയതുകൊണ്ട് വിചാരിച്ചാ വേണ്ട, അവനോട് ഞാൻ പറഞ്ഞ വെയിറ്റ് ചെയ്യ്, ഇങ്ങനെ ഒരു ഒക്കേഷൻ വരുമ്പോൾ വാങ്ങിച്ചു തരാന്ന്. അതുകൊണ്ട് തന്നെ അവൻ ഡെയിലി അവന്റെ ബർത്ത്ഡേ ഇങ്ങനെ എണ്ണി ഇരിക്കുകയായിരുന്നു. അവൻ ചോദിക്കുകയും ചെയ്യായിരുന്നു, എനിക്ക് ആ ടോയ് വാങ്ങി തരില്ലേ, ആ ടോയ് വാങ്ങി തരില്ലേ എന്ന്. അങ്ങനെ പ്രോമിസ് ചെയ്തതാണ് ബർത്ത്ഡേക്ക് ഈ ടോയ് വാങ്ങി തരാന്ന്. പിന്നെ ഇവന് ഓൾറെഡി വേണ്ട ഒരു സൈക്കിൾ വേണമെന്നുണ്ടായിരുന്നു നമുക്ക് ബർത്ത്ഡേക്ക് വാങ്ങിച്ചു കൊടുക്കാൻ. അത് നമ്മൾ കുറച്ചുകൂടെ മുന്നേ അവന് ഒരിടത്ത് കുറച്ച് ഓഫർ പ്രൈസിലുണ്ടപ്പോൾ വാങ്ങിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഇപ്പം ബർത്ത്ഡേക്ക് ഈ ചെറിയൊരു ടോയിൽ നമ്മൾ ഒതുക്കിയത്. അവൻ അധികം എക്സ്പ്രഷൻ ഒന്നും ഇടാത്തതുകൊണ്ട് എനിക്ക് കണ്ടപ്പം അവന് കിട്ടിയതിൽ ഇത്ര സന്തോഷമായില്ല എന്നൊക്കെ തോന്നിയായിരുന്നു കേട്ടോ. പക്ഷെ അവൻ സത്യം പറഞ്ഞാൽ അത് കിട്ടിയപ്പോൾ തൊട്ട് ഭയങ്കര എൻഗേജ്ഡ് ആയിരുന്നു. ഒത്തിരി നേരം ഇതും കൊണ്ട് കളിച്ചുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ട് അവൻ ആദ്യം എന്താ ഉണ്ടാക്കി തന്നേന്ന് അറിയാവോ? ദേ ഒരു ഹേർട്ട്. കുറച്ച് കലാവിരുതൊക്കെ തലയിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അത് കണ്ടപ്പോൾ എനിക്ക് ഹാപ്പിയായി. ഓക്കെ, ആള് ഹാപ്പി ആണല്ലോ നിർത്തിട്ട്. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ സാധനം വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. കുട്ടികൾ കുറേ നേരം ഇത് വെച്ച് കോൺസെൻട്രേറ്റ് ആയി ഇരിക്കുമെന്ന് മാത്രമല്ല, ഇത് വെച്ച് പല ഐറ്റംസ് ഉണ്ടാക്കാൻ പഠിക്കും. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവര് തന്നെ എന്തൊക്കെയോ ഇത് വെച്ച് ചെയ്തോണ്ട് വരും. പിന്നെ ദേ ഇപ്പൊ 2 പിള്ളേരുള്ളപ്പം ഒരാൾ കുറച്ചു നേരം എവിടെയെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് മാറിയിരിക്കുന്ന ഒരു
കുറച്ച് ടൈം നമുക്ക് കൂടുതൽ കിട്ടുമല്ലോ. അപ്പം അങ്ങനെയും ഹെൽപ്ഫുൾ ആണ്. ഞാനേ ഈ വീഡിയോയിൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നതല്ലാതെ കുറച്ചധികം ലൈവ് മൊമെന്റ്സും സൗണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് കൂടുതൽ അങ്ങനെ വീഡിയോസ് കാണാൻ ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഏത് ടൈപ്പാന്ന് പറഞ്ഞാൽ അതുപോലുള്ള വീഡിയോസ് ഇടാം. ഇപ്പം ഇതിൽ രണ്ടും മിക്സ് ആയിട്ടുണ്ട്. ഇത് തുറന്നു നോക്കിക്കേ, തുറന്ന് അല്ല എന്ത് ഇതുപോലൊക്കെ ഉണ്ടാക്കാന്നുണ്ടോ? ഇത് നോക്കി റോബോട്ട് ആൽഫബറ്റ് ഇപ്പൊ ഇതിവിടെ വേ, ഇപ്പൊ ഇതിവിടെ ഇങ്ങനെ വേ, എന്നിട്ട് ആദ്യം ബാക്കിയെല്ലാം ഇടും. നിരത്തി വെക്കാതെ മാറ്റി മാറ്റി വേ. ഒത്തിരി ഉണ്ട് കണ്ടോ. ടേബിള്, ക്യാരറ്റ്, മാറ്റ്, സ്ലൈഡ്, സ്റ്റാർ, ഡിഗർ, റോക്കറ്റ്, ആർക്ക്. അത് കൂടാതെ നമ്പേഴ്സ് ഉണ്ട്, ആൽഫബറ്റ്സ് ഉണ്ട്, 2D മോഡൽസ് ഉണ്ട്. എല്ലാം ക്രിയേഷൻ ഐഡി ബുക്കിലുണ്ട്. ചിരി വരും കൊച്ചിന്, ചുമ മാറട്ടെ, കുഞ്ഞിന് പനി. അമ്മയുടെ സാധ്യ കുട്ടിക്ക് ചിരി. അല്ല സാധ്യക്കുട്ടി നമുക്ക് പാട്ട് പാടാം നമുക്ക്. അവളെ ക്യാമറ ഇപ്പൊ വരുന്നില്ല കൊച്ചിന്, ഇപ്പൊ അതില്ല. ഇച്ചിരി കഴിയട്ടെ, നമ്മള് പാട്ടൊക്കെ പാടും. ഇറങ്ങി ഓടാനോ കുറച്ചു നേരം താഴെ കിടത്താറുണ്ട്. സാ പാടാ. ഇപ്പൊ മൂടില്ല അവള്, ഇപ്പൊ മൂടില്ല. പിന്നെ നമ്മളെ സാ കേട്ട് കൊച്ചു ഓടും ഇല്ലേ പിന്നെ. അപ്പൊ രാവിലെ ആളതൊക്കെ കണ്ട് ഞെട്ടിയില്ലേ. അത് കഴിഞ്ഞ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ആ ഗിഫ്റ്റ് കൊടുത്തതല്ലേ ഉള്ളൂ. കേക്ക് വാങ്ങിച്ചത് അപ്പം മുറിച്ചില്ല കേട്ടോ. കാരണം ഹസ്ബൻഡിന് വർക്കിംഗ് ആയിരുന്നു, ഓഫീസിൽ പോയില്ല, എന്നാലും വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം നമ്മളെല്ലാം ഒന്ന് ഒഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുറത്ത് പോകണം ഡിന്നർ കഴിക്കാൻ. 6:30 ഒരു റിസർവേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ എപ്പോഴൊന്നും പോകാറില്ലല്ലോ, വല്ലപ്പോഴും പോകുമ്പോൾ ആളിങ്ങനെ പറയും ഇഷ്ടം. അതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ഇന്ന്. അപ്പോൾ ഇപ്പം എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇന്നലെ വാങ്ങിച്ച കേക്ക് മുറിക്കണം. പിന്നെ എൻ്റെ അനിയൻ വർക്ക് ചെയ്യുന്നത് കാനഡയിലാണ്. അപ്പോൾ അവൻ എല്ലാ തവണയും ആദ്യയുടെ ബർത്ത്ഡേക്ക് നോർമലി ഫസ്റ്റ് ഗിഫ്റ്റ് വരുന്നത് അവൻ്റെയാണ്. ഇവിടെ ഇരിക്കുന്ന കാറ്, സൈക്കിൾ, ആദ്യയുടെ ഫസ്റ്റ് സൈക്കിൾ എല്ലാം അവൻ വാങ്ങിച്ചു തന്നെയാണ്. അപ്പോൾ ഇത്തവണയും അവൻ എന്തോ ഓർഡർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തവണ ആളെന്തോ ഓർഡർ ചെയ്തതെന്ന് എനിക്കറിയില്ല, വന്നിട്ടുണ്ട്. അപ്പം നമുക്കത് പോയി എടുത്ത് അവന് കൊടുക്കാം. അവൻ മാമനെന്തോ കൊണ്ടുവരും, മാമനെന്തോ ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടേ ഓർമ്മയുള്ളൂ. അപ്പോൾ അവൻ അറിയില്ല എന്താന്ന്. എനിക്കും സത്യം പറഞ്ഞാൽ ഇന്ന് എന്താ ഐറ്റം അറിയില്ല. പുറത്തു വന്ന് ഇരിപ്പണ്ട്, നമുക്ക് പോയി എടുത്തേണ്ട വന്ന് അവന് കൊടുക്കാം. അതൊന്ന് ഓഫ് ചെയ്യാം. ഇതെന്തുവാ, ബർത്ത്ഡേയോ? ഇത് ആര് വാങ്ങി തന്നെയാ? ആര് വാങ്ങി തന്ന? അമ്മ ലൈറ്റ് ഒന്നിട്ടേ. മാമ വാങ്ങി തന്നെയാണോ? എന്തുവാ കളിക്കണ്ടേ? അമ്മ മുറിച്ചു തരും. അമ്മ നോക്കട്ടെ എന്തുവാന്ന് മാമൻ പറഞ്ഞില്ല നമ്മളോട്. തുറന്നു നോക്ക് തുറന്നു. എന്തുവാ നോക്കേ, കണ്ടാ? തിരിച്ചു വെച്ച് നോക്ക്. ഇഷ്ടായോ? ഇവിടെ നോക്കി ഒന്ന് ചിരിച്ച്. അടിപൊളി കളറോ? കുരുത്തക്കേടാണെങ്കിൽ കൊടുക്കണം. തുറക്കുന്ന എങ്ങനെയാ? അതെന്താ ആദ്യം എപ്പോഴും പറയത്തില്ലേ മാമനോട് സ്പോർട്സ് സ്റ്റാർ വേണമെന്ന്? സെറ്റ് ചെയ്യണം ഇത്. അച്ഛൻ സെറ്റ് ചെയ്യണം കേട്ടാ. അച്ഛൻ സെറ്റ് ചെയ്ത് തരാൻ പറ. അതാ അത് ലെഗോ ആണോ? അല്ലല്ലോ രാഹുൽ മോനെ, ഇത് ലെഗോ ആണെന്ന് തോന്നുന്നു. ആണെന്ന്. ഇത് ലെഗോയാ.
ലെഗോ ടെക്നിക്ക് 5000 പീസ് ഉണ്ടാവും. എനിക്ക് പൊട്ടിക്കല്ലേ എന്ന്. ഇത് ആദ്യക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഇപ്പൊ ചെയ്യണ്ട, നമുക്ക് ആദ്യം കേക്ക് വന്നിട്ടുണ്ട്, കേക്ക് മുറിക്കാം. അവൻ ശരിക്കും നമുക്കാണ് പണി തന്നത് കേട്ടോ, ആദ്യക്കല്ല. ലെഗോ എന്ന് പറയുമ്പോ ഒത്തിരി പീസസ് ഉണ്ടാവും അമ്മ. അത് നമ്മള് സെറ്റ് ചെയ്ത് ഈ കാറാക്കി എടുക്കണം. ആദ്യം ഹാപ്പി ആയി, പക്ഷെ ഇത് 5000 പീസ് ഉണ്ട്. അവനിപ്പോ ഓപ്പൺ ചെയ്ത ഇതെല്ലാം ഇങ്ങനെ കാറാണെന്നും പറഞ്ഞാ തുറന്നപ്പോ കാറല്ലാതായപ്പോ ദിസ് ഈസ് മൈ യൂട്യൂബ് വീഡിയോ. ഹലോ ഹലോ. മാമന് കാണിച്ചു കൊടുത്തേ വന്നത്. എന്റെ ഒരേ ഒരു ബ്രദറാണ്, അവനിപ്പോ കാനഡയാണ്. ആക്ച്വലി ആൾ എന്നെക്കാളും ഇളയതാണെങ്കിലും ഉത്തരവാദിത്തത്തിന്റെ കാര്യത്തിൽ എന്നെക്കാളും ഒരുപാട് മൂത്തതാണ് ആള്. അവൻ കാനഡയ്ക്ക് പോയിട്ട് എനിക്കൊന്നും ഇപ്പോൾ ഒരു 5-6 കൊല്ലമായി. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആവട്ടെ, മോൻ്റെ ബർത്ത്ഡേ ആവട്ടെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സർപ്രൈസ് ചെയ്യാൻ ഒരിക്കലും മറക്കാറില്ല കേട്ടോ. എന്തായാലും അവൻ്റെ ആയിരിക്കും നമ്മുടെ വീട്ടിലെത്തുന്ന ഫസ്റ്റ് ഗിഫ്റ്റ്. എന്നെക്കാളും മുന്നേ അവൻ അത് ഓർത്ത് നിന്ന്, കാനഡയിൽ നിന്ന് അവൻ ഓർഡർ ചെയ്ത് ഇവിടെ വരണമെങ്കിൽ എത്ര ദിവസം എടുക്കും, അപ്പോൾ അവൻ അതിന് മുന്നേ അത് ഓർത്ത് ഓർഡർ ചെയ്ത് ഇവിടെ എത്തിക്കാറുണ്ട് സാധനം. മൂത്തതായാലും ഇളയതായാലും ഒരു കൂടെപ്പിറപ്പ് കൂടുള്ളതിന്റെ ഗുണം ഇതൊക്കെയല്ലേ. പിന്നെ നമുക്ക് ആകെയുള്ളൊരു വിഷമം എന്താന്ന് വെച്ചാൽ ഈ കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഓടി വരാനൊന്നും പറ്റില്ലല്ലോ. കൊല്ലത്തിൽ ഒരിക്കലാണ് വരുന്നത്. പിന്നെ ഇപ്പൊ ഒരു സന്തോഷമുണ്ട്, ചെറുക്കന്റെ കല്യാണമാണ് സെപ്റ്റംബറിൽ വരുന്നത്. അപ്പൊ നമ്മളൊരു ഫുൾ കല്യാണ മൂട്ടിലാണ്. അപ്പൊ നമ്മൾ പെട്ടെന്ന് തന്നെ നാട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ ആ വിശേഷമൊക്കെ പതിയെ പറയാം. അവളും വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ചെറുക്കൻ കെട്ടാൻ പോകുന്ന പെണ്ണ്. അവളാണ് സത്യം പറഞ്ഞാൽ ഇവനുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്പനി. എന്റെ അനിയൻ വിളിക്കുന്നതിനേക്കാളും കൂടുതൽ ആദ്യനെ വിളിക്കുന്ന ഇവളാണ് കേട്ടോ. രണ്ടുപേരും ആദ്യമായിട്ട് ഭയങ്കര കമ്പനിയാ. അവന്റെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുത്ത് കാര്യം പറയാം കേട്ടോ. ഇപ്പോൾ വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്ക് മുറിക്കാറായി. കേക്ക് മുറിക്കാറാകുമ്പോൾ വീഡിയോ കോൾ ചെയ്ത് ഇവരെയൊക്കെ കാണിക്കാനല്ലേ ഇപ്പൊ നിവർത്തിയുള്ളൂ. അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കുന്ന പരിപാടിയിലോട്ട് പോവാണ്. ഇന്നലെ രാത്രി ഓർഡർ ചെയ്ത് രാവിലെ തന്നെ മുറിക്കാൻ കൊണ്ടുവന്ന കേക്കാണ്. പക്ഷെ വൈകുന്നേരം ആയപ്പോഴാണ് നമ്മൾ ഫ്രീ ആയത്. അപ്പം ആദിക്കുട്ടന് ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ആകെ ഓർമ്മയുള്ളൊരു സാധനം എന്താണെന്നറിയാവോ? ഈ കേക്ക് മാത്രമാണ്. അവന് കേക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ. സ്വീറ്റ് ടൂത്ത് എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ. എനിക്കറിയാം കുട്ടികൾ ഇത്ര ചെറുതിലേ ഇത്ര മധുരം ഇഷ്ടപ്പെടുന്ന അത്ര നല്ലതല്ലെന്ന്. പക്ഷെ എനിക്കറിയില്ല, ഇവന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറൊന്നും ഇല്ല. ഇങ്ങനെ ബർത്ത്ഡേസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എൻ്റെ ഫസ്റ്റ് ഓർമ്മ കേക്ക് കഴിക്കാം, കേക്ക് മുറിക്കാം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കാതെ കേക്ക് അങ്ങ് മുറിച്ചേക്കാം. Birthday to you, happy birthday to you, happy birthday, happy birthday, happy birthday Adikutta. മതി ഇനി Birthday to you. അമ്മയ്ക്കോട് ഈ കൈ കൊണ്ടാണ്. ആ കൈ കൊണ്ട് അച്ഛനും കൊടുക്കും. Mami. അമ്മയ്ക്ക് Mami. ഡാൻസ് വെച്ചോ. കേക്ക് മുറിക്കാനുള്ള വെപ്രാളം കണ്ടായിരുന്നു. ഇതിപ്പോ മുമ്പിലോട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇത് നിന്ന് തന്നെ അത്രയും അവൻ തിന്നു തീർക്കും. അമ്മ അതിനു മുമ്പ് എല്ലാം പാക്ക് ചെയ്ത് ഫ്രിഡ്ജിലാക്കിയിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമ്മൾ പുറത്തോട്ട് പോവാന്ന് വിചാരിച്ചെടുത്തിട്ട് ഡ്രസ്സാണ്. ഇപ്പൊ തന്നെ അത് മൊത്തവും ചോക്ലേറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പൊ അത് വിട്ട് പുറത്തു പോക്ക് നടക്കത്തില്ല എന്തായാലും. ഭയങ്കര ഹാർഡായിട്ടിരിക്കുന്ന നമുക്കല്ലേ. അല്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. നല്ല കേക്കാം. ഹലോ, ചേട്ടന്റെ ബർത്ത്ഡേ ആയിരുന്നു. ചേട്ടന്റെ ബർത്ത്ഡേ കഴിഞ്ഞത്. ഇത് ഇവിടെയൊക്കെ ചോക്ലേറ്റ് ഇരിക്കുന്നു അവളുടെ പുറത്ത്. നക്കി തിന്നൊന്നുമില്ലല്ലോ അല്ലേ? നക്കി തിന്നൊന്നുമില്ലല്ലോ അല്ലേ പൊന്നെ കല്ലാപ്പി? ഹലോ, അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി
കേക്ക് മുറിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ എന്താ ഈ കോലത്ത് നിൽക്കുന്നതെന്ന് വെച്ചാ, ഒരു മിനിറ്റ് സൗണ്ട് കേൾക്കില്ല, ഞാൻ ബാൽക്കണി തുറന്നിട്ടേക്കാം. ആ ഇപ്പൊ എന്താ ഈ കോലത്തെ നിൽക്കുന്നതെന്ന് വെച്ചാ കാര്യമുണ്ട്. വീണ്ടും ഒരു മിനിറ്റ്, ഫാനൊന്ന്, എനിക്ക് മൈക്കൊന്നും ഇല്ല കേട്ടോ, മൈക്കൊന്നും വാങ്ങിയിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് വളരണമെന്ന് തോന്നിയാൽ മാത്രം ഇതൊക്കെ വാങ്ങിച്ചാൽ മതിയല്ലോ, അല്ലാണ്ട് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് വാങ്ങിയില്ല, വഴിയെ വാങ്ങിക്കാം. അപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ പോവാൻ റെഡി ആയപ്പോൾ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടാളും കരച്ചിലായി. ആദ്യം സാധാരണ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങുന്ന ആള്, അപ്പം ഇന്ന് ഉറങ്ങിയില്ലായിരുന്നു. അപ്പം അതിൻ്റെ നിർബന്ധം കരച്ചിലും മേളമൊക്കെ ആയിരുന്നു. പിന്നെ കേക്ക് കാണുമ്പോൾ ഭയങ്കര മേളാണ് ആള്, മൊത്തം ആൾക്ക് തന്നെ കഴിക്കണം എന്നുള്ള ബഹളമൊക്കെ. അപ്പം അത് നമ്മൾ സമ്മതിക്കാത്തതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇടിയിൽ അവസാനിക്കും. പിന്നെ ഉറക്കം വന്ന് ചെടവ് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു. അതേ സമയത്ത് തന്നെ എൻ്റെ ഇളയ കുട്ടിയും ഇന്ന് എന്താണെന്നറിയില്ല, അവളുടെ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണോ എന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല, അവൾക്കും ഉറക്കമില്ല, രാവിലെ തൊട്ട് ഉറങ്ങുന്നില്ല, അവളും കരച്ചില്ല. അങ്ങനെ ഞാൻ എൻ്റെ ടോപ്പൊക്കെ മാറിയിട്ട് അവൾക്ക് പാൽ കൊടുക്കാൻ കയറിയതാണ്. പക്ഷെ ആൾ ഉറങ്ങിയില്ല, പക്ഷെ ആദ്യം ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡിന്നറിൻ്റെ ടൈം വിളിച്ച് മാറ്റി, കാരണം അതൊരു ബൊഫയാണ്, പോയാൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് കഴിക്കണമല്ലോ. അപ്പോൾ കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്, കാരണം എല്ലാവരുടെയും വയറ് നിറഞ്ഞിരിക്കുക, വയറ് കാലിയാക്കി വേണമല്ലോ നമ്മളൊരു ബൊഫയ്ക്ക് പോകാനായിട്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മളൊരു 8:30 വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി പതുക്കെ, ആരെന്നെ വിളിക്കുന്ന കാണിച്ചാവേ, എന്നെ ഒരാളോടെ കിടന്ന് വിളിക്കുന്നു. ആരാ അമ്മയെ വിളിക്കുന്ന? ഹേയ് പറ, ഹായ്. ചിരിക്കാനോ? നമ്മൾ വലിയ ആൾക്കാരെ പോലാണ് ഇവള്. ആദ്യം ഞാൻ ഇത്രയും കണ്ടിട്ടില്ല, ആദ്യം ഇങ്ങനത്തെ ഒരു ചിരിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാ, ഇനിയിപ്പോൾ എന്താ പരിപാടി, ഇനി ഡിന്നറിന് പോകണം. ഡിന്നറിന് പോയിട്ട് അവിടുത്തെ വിശേഷം ഞാൻ പതുക്കെ ഇതിലിടാം. ഓക്കെ, എന്തോരം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല, കാരണം അറിയാലോ ആദ്യ മാനേജ് ചെയ്യുന്നത് തന്നെ ഒരു വലിയ പെടാപ്പാടാണ്. കാരണം അവർ ഈ ടോട്ടൽ സ്റ്റേജ് ഉണ്ടല്ലോ, ഈ 3 to 4 ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അത്രയ്ക്ക് ബഹളവും നിർബന്ധമൊക്കെയാണ് ആദ്യം. നമ്മളെ പുറത്തോട്ട് പോകാൻ വളരെ കുറയ്ക്കുന്നത് തന്നെ അവനെ പേടിച്ചിട്ടാണ്. കാരണം നമുക്ക് വഴക്ക് പറയുന്നത് അടിക്കുന്നൊന്നും ഇഷ്ടമില്ലല്ലോ. അപ്പം അവൻ്റെ കുരുത്തക്കേട് കാണുമ്പോൾ വഴക്ക് പറയാതിരിക്കാനും പറ്റില്ല. അപ്പം അതിലും വേഗം നമ്മൾ സിറ്റുവേഷൻ ഉണ്ടാക്കാതിരിക്കാനുള്ളതാണല്ലോ. പക്ഷെ ഇന്ന് എന്തായാലും നമ്മൾ പോകണമെന്ന് വിചാരിച്ചില്ല. പിന്നെ മോളും ഇന്ന് ഉറങ്ങാത്തത് കൊണ്ട് എനിക്ക് അവളും കുറച്ച് വഷളാക്കുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, പറ്റുമെങ്കിൽ വീഡിയോസൊക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഇത്രയും ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊക്കെ പറയണമെന്ന് അമ്മ എപ്പോഴും എൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഞാൻ പറയും ഇതൊക്കെ അവർ ഇഷ്ടപ്പെട്ടാൽ ചെയ്തോളൂന്നും. ഇപ്പം ഞാൻ പറയാത്തതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യാത്തതെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ബാക്കി പറ്റുമെങ്കിൽ അവിടെ ചെന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങുന്നതൊക്കെ വീഡിയോ എടുക്കാം. അപ്പം ഇപ്പോഴത്തേക്ക് കുറച്ച് ഞാൻ കാണാം. ഹലോ, അപ്പോൾ വീണ്ടും ഞാൻ തന്നെ അടുത്ത ഡ്രസ്സ് വിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഡിന്നർ പ്ലാൻ 8:30 മാറ്റിയില്ലായിരുന്നു. അപ്പം നമ്മൾ 8 മണിയായപ്പോഴത്തേക്ക് ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. കുഞ്ഞാപ്പിയും ഡ്രസ്സൊക്കെ മാറ്റി എല്ലാവരും ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട്. എല്ലാവരും കിടന്ന് ഉറങ്ങി. നമ്മൾ ഡിന്നറിന് നേരത്തെ പറഞ്ഞില്ല ഡിന്നറിന് പോകുന്നു, അതിനിറങ്ങിയതാണ്. 8:30 ടൈമാണെങ്കിൽ ഇപ്പൊ സമയം 8 മണിയായല്ലേ? 8:30ആയി. 8:30ക്കാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഭയങ്കര പഞ്ച്വാലിറ്റി ആയതുകൊണ്ട് ഉറക്കം വരുമ്പോൾ ഞങ്ങൾ സ്വന്തമായിട്ട് പാട്ട് പാടി ഉറങ്ങും. പാടിയോ? പാടണോ? നേരത്തെ ഇട്ടിരുന്ന ഡ്രസ്സൊക്കെ മാറി ഞാൻ വേറെ ഡ്രസ്സ് ഇട്ട്, എല്ലാരും ഡ്രസ്സ് മാറി, കാരണം എല്ലാരും കിടന്നൊന്ന് ഉറങ്ങി. ആണ് പാട്. ഇപ്പൊ മൂടില്ല ഇങ്ങനെ പാടാൻ. വേണ്ട, ഞാൻ ബാക്കിലിരിക്കാം, എനിക്ക് ഫീഡ് ചെയ്യണം. അതാകുമ്പോ അവിടെ ചെല്ലുമ്പോൾ അവളങ്ങ് ഉറങ്ങിക്കോളൂ. ആ നീങ്ങിരി, അമ്മ എവിടെ ഇരിക്കാം. അത് കേട്ടോ അമ്മ വിളിക്കുന്ന. നീങ്ങിരിക്കേ.
ആദ്യം വേറെ ആരെങ്കിലും വിളിച്ച ആ ഇവിടുന്ന് ആരും മേളിന്ന് പറഞ്ഞു. ആണോ? നമുക്കിവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സിന്റെ ദൂരമേ ഉള്ളായിരുന്നു കേട്ടോ. ഒരു 8:45 8:50 ആയപ്പോഴത്തേക്ക് നമ്മളവിടെ എത്തി. നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് പറയായിരുന്നു, നമ്മൾ കഴിഞ്ഞ തവണ ഒരു തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമാണ് വന്നത്. അപ്പൊ നമുക്ക് എന്താണ് എങ്ങനെയാണ് എന്തോരോ ഐറ്റംസ് ഉണ്ടോ ഒന്നും ഒരു അറിവില്ലാതെ വന്നത് കാരണം ആദ്യം തന്നെ റൈസ് ഒക്കെ കഴിച്ച് വയറ് ഫില്ലായിട്ട് പിന്നെ ഗ്രിൽസ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല. മൊത്തത്തിൽ അങ്ങോട്ട് നമുക്ക് മുതലെടുക്കാൻ പറ്റിയില്ല എന്ന് പറയാം ഒരു ബൊഫയ്ക്ക് പോയിട്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ നമ്മൾ വയറൊക്കെ കാലിയാക്കി ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതാണ് ആ പറഞ്ഞ സ്ഥലം, ബാർബിക്യൂ നേഷൻ. എനിക്ക് തോന്നുന്നു യുഎയിലുള്ള മോസ്റ്റ്ലി എല്ലാവർക്കും അറിയായിരിക്കും. നല്ല കിടിലം ഫുഡാണ് അവർക്ക് മോർണിംഗും ബ്രേക്ക്ഫാസ്റ്റ് ബൊഫേ ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ സ്ഥിരമായിട്ടൊന്നും വരാറില്ല, ഇത് 2ാമത്തെ തവണയാണ്. പിന്നെ എന്താന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എവിടോട്ടെങ്കിലും പോകാനായിട്ടൊക്കെ ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഇറക്കമൊക്കെ കുറവാ. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ബൊഫേ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ തന്നെ പോയി സാധനം എടുത്തോണ്ട് വരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മുടെ ടേബിളിൽ തന്നെ ഇവർ നമ്മൾ എന്ത് വേണമെന്ന് പറഞ്ഞാലും കൊണ്ട് സെർവ് ചെയ്യും. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് എനിക്ക് തോന്നി. കാരണം മക്കളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും എഴുന്നേറ്റ് പോയി സാധനം എടുക്കുക തിരിച്ചു കൊണ്ടുവരിക, അത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം തന്നെ ഓപ്റ്റ് ചെയ്യാനും കാരണം. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതൽ ആൾക്കാർ വരുന്ന ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ. അവിടെ കുറേ, എനിക്ക് തോന്നുന്നു നമ്മുടെ ചുറ്റും ഒരു 3 ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ ചെന്നതിന് ശേഷം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളും വെയിറ്റിംഗ് ആയിരുന്നു. ഫുഡ് കഴിച്ചിട്ട് ആദ്യക്ക് ബർത്ത്ഡേ സർപ്രൈസിന് വേണ്ടിയിട്ട് അവരവരുടെ കോംപ്ലിമെന്ററി കേക്ക് കൊണ്ടുവരും. പിന്നെ എല്ലാവരും കൂടെ കൈയടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടല്ലോ. കുട്ടികൾക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലോ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ലാസ്റ്റാണ് കേട്ടോ അത് വരുന്നത്. അപ്പൊ നമ്മളെല്ലാരും കാര്യമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. അവരുടെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടംപോലെ വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ഈ കബാബ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും. അവരുടെ മട്ടൻ കബാബ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല, എന്തൊരു ടേസ്റ്റ് ആണെന്നോ. ഞാൻ ഇതിനു മുമ്പ് മട്ടൻ കബാബ് കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇവിടെ നിന്ന് കഴിച്ച് ഇത്രയും ടേസ്റ്റ് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ കബാബ്സിന് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞത് തന്നെ. പിന്നെ പൊതുവെ ഇങ്ങനെ പുറത്ത് പോയി ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ. ആ ഒരു ടൈം ഉണ്ടല്ലോ നമ്മളെല്ലാരും കൂടി ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞ് ഫുഡ് കഴിക്കുന്ന, അതെന്തോ ഭയങ്കര രസമാണ്. ഇതെന്തോ ഏട്ടാ? കബാബ്. ഇത് മട്ടനാണോ? എനിക്ക് അത് ചിക്കൻ, ഇത് കബാബ് മട്ടൻ. അമ്മ മട്ടൻ ഞാൻ നിങ്ങൾക്ക് ചുമ്മാ അവിടെ എല്ലാം ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വീഡിയോ എടുത്തതാണ്. അവിടെ എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. എനിക്ക് ബൊഫയ്ക്ക് പോകുമ്പോൾ ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റിയില്ലെങ്കിലും ഇത് കാണാൻ ഭയങ്കര രസമാണ്. ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ, പിന്നെ ലൈവ് കൗണ്ടേഴ്സ്, അവിടെ ഒരുപാട് തരം ബിരിയാണീസ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻ ഐറ്റം പാനിപ്പൂരി ഉണ്ടോ. പാനിപ്പൂരി എൻ്റെ ഫേവറേറ്റ് ആണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി. ഇഷ്ടം പോലെ പാനിപ്പൂരി കഴിക്കാമല്ലോ. എന്തുണ്ട് എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? നമ്മളിത് 2ാമത്തെ തവണ, പക്ഷെ ഫസ്റ്റ് തവണ അങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ദിസ് ടൈം ഇത് സൂപ്പർ, അടിപൊളി. നമ്മൾ നല്ലോണം മുതലാക്കിയിട്ടുണ്ട്. അതായത് അമ്മ മിഷൻ കൊഞ്ച് മാക്സിമം തിന്നുക, ഞാൻ മിഷൻ മാക്സിമം മട്ടൻ തിന്നുക, ഏട്ടായി മാക്സിമം ചിക്കൻ തിന്നുക, ആദ്യം ഇഷ്ടപ്പെടുന്ന സ്വീറ്റ്സ് തിന്നുക. അപ്പൊ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഇനി വെയിറ്റിംഗ് ഫോർ ബർത്ത്ഡേ കേക്ക്. ഇവിടെ നമുക്കൊരു കോംപ്ലിമെന്ററി കേക്ക് ഉണ്ട്. നമുക്ക് ആദ്യം ഒരു കേക്ക് കൊണ്ട് തരും, അതിന് വെയിറ്റ് ചെയ്യണം. വയറുണ്ടല്ലോ, ഞാൻ വയറ് കാണിച്ചു തരാം. ഗുമ്മ വയറ് നിറഞ്ഞ് ഗുമ്മായി. പക്ഷെ തീർന്നിട്ടില്ല, ഇനി എനിക്ക് ഡെസേർട്ട് കഴിക്കാനുണ്ട്. പിന്നെ അത് കാണിച്ചു തരാവേ. മൈ ഫേവറേറ്റ്, എന്റെ ഫേവറേറ്റ് ആണ് ഐറ്റം. അങ്ങനെ ഞങ്ങള് ക്ഷീണിച്ച് പാടം നിർത്തിയേട്ടാ. അങ്ങനെ ഞങ്ങള് കഴിഞ്ഞ് ഫുഡെല്ലാം അമ്മയുടെ കാലിലാണല്ലോ, അവിടെ വെച്ചോ ഫുഡെല്ലാം കഴിച്ച് തിരിച്ച് വീട്ടിൽ പോവാണ്. അതെ, ബർത്ത്ഡേ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളത്തില്ലായിരുന്നു എടാ, ഇത്രയൊക്കെ ചെയ്തിട്ട് കൊള്ളത്തില്ലായിരുന്നു. കൂട്ടാത്തത് കൊണ്ട് ആദ്യക്കൊരു വിഷമം. ആദ്യം ചോദിക്കുക, ആദ്യയുടെ ബർത്ത്ഡേ എന്താ ബിഗ് ആവാൻ, ഞാൻ സ്മോൾ ആയി. എല്ലാരെയും വിളിച്ച് വലിയ പരിപാടി നടത്താത്ത എന്താന്ന് അവന്റെ പ്രശ്നം. അതെ കൈ തന്നേ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ. അങ്ങനെ ആദ്യക്കുട്ടന് 4 വയസ്സായി, 4 വയസ്സായി. അപ്പൊ ടാറ്റ ബൈ ബൈ പറ. പറയാമേ താങ്ക് യു ആണെന്ന് പറയാം ആദ്യം. താങ്ക് യു. എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ. പറ ആദ്യം എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണേ.
ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമന്റും കൂടി. എല്ലാരും ആദ്യക്കുട്ടിന് ബർത്ത്ഡേ വിഷ് ചെയ്യണേന്ന് പറ. അപ്പോ ടാറ്റ ബൈ. നീ വീട്ടിൽ പോയി കിടന്ന് ഞങ്ങൾ ഉറങ്ങട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.